ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചന മസാലയുടെ റെസിപ്പി നോക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ചേർത്ത് കൊടുത്ത ശേഷം ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായി വഴണ്ടി വരുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബദാമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കുറച്ച് ബേ ലീഫ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ച ചനയാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് കസൂരി മെത്തി കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നാനിൻ്റെ കൂടെ കഴിക്കാനും ഒരു അടിപൊളി ഐറ്റമാണ്. താങ്ക് യു.